ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ നല്ല ഫോട്ടോ എടുക്കാറുണ്ട്. കാരണം അതിനുവേണ്ടി നമ്മൾ നല്ല വില കൊടുത്ത് മൊബൈൽ ഫോണൊക്കെ വാങ്ങും. നല്ല ക്ലിയറുള്ള ഫോട്ടോ ആയിരിക്കും. പക്ഷെ അത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അത്ര മികച്ചൊരു ക്വാളിറ്റി കിട്ടാറില്ല. പ്രത്യേകിച്ച് വാട്സപ്പിൽ HD ക്വാളിറ്റി ഫീച്ചറൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിലും ഇനി നമ്മൾ ജിമെയിലൂടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിലും ഒരു മികച്ച ക്വാളിറ്റി ഒരിക്കലും കിട്ടുന്ന ആൾക്ക് ലഭിക്കാറില്ല. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആ ക്വാളിറ്റി ഒരിക്കലും കിട്ടുന്ന ആൾക്ക് ലഭിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ അതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾ ആർക്കാണോ അയക്കുന്നത് അയാൾക്ക് കിട്ടുന്നതിന് വേണ്ടി ചെറിയൊരു ട്രിക്ക്. വളരെ പ്രധാനമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഫീച്ചറാണ്. ചെറിയൊരു സെറ്റിങ്സാണ്. ഏതാണെന്ന് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്ക്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ളൊരു ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും ഗാലറി ആപ്പായിട്ട് തന്നെ ഈ ഒരു ആപ്പ് മൊബൈൽ കമ്പനി നൽകുന്നുണ്ട്. ഇനി ഇല്ലാത്ത ഏതെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ ഫോട്ടോസ് എന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആപ്പിൻ്റെ ഐക്കൺ. ആപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആകും. നമ്മുടെ ഗാലറിയിലുള്ള മുഴുവൻ ഫോട്ടോസും വീഡിയോസും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഏതൊക്കെ ഫോട്ടോസാണോ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വേണ്ട ഫോട്ടോകളൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളെടുത്ത ഫോട്ടോ ഇതിനകത്ത് കാണും. അത് ഇതുപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ക്രിയേറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അത് ക്രിയേറ്റ് ലിങ്ക് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. അതായത് നമ്മളിപ്പോൾ ലിങ്ക് ക്രിയേറ്റ് ആയി. ആ ഫോട്ടോക്ക് മാത്രമായിട്ട് ലിങ്ക് ക്രിയേറ്റ് ആയി. ലിങ്ക് ക്രിയേറ്റ് ആയതിന് ശേഷം ഇതുപോലെ വാട്സപ്പ് കാണും. ഇനി നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ടിലാണെങ്കിൽ ഇവിടെ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ജിമെയിൽ അക്കൗണ്ടോ മറ്റേത് പ്ലാറ്റ്ഫോമാണോ വേണ്ടതെങ്കിൽ അത് ഇതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ തൽക്കാലം വാട്സപ്പ് തന്നെ കാണിച്ചു തരാം. വാട്സപ്പ് സെലക്ട് ചെയ്ത് അതിനുശേഷം ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ലിങ്കാണ് കാണാൻ സാധിക്കുക. ഇനി കിട്ടുന്ന ആൾ ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഇതുപോലെ കാണിക്കും. ഇവിടെ അയാളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഫോട്ടോസ് എല്ലാം ഇവിടെ ഓരോന്നായിട്ട് കാണാൻ സാധിക്കും. നല്ല ക്വാളിറ്റി തന്നെ ഈ ഫോട്ടോ ഇവിടെ നിന്ന് കാണാനും അവർക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന മികച്ച ഫോട്ടോകൾ പലപ്പോഴും നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് കിട്ടാറില്ല. ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ അയച്ചു കൊടുത്താൽ അതേ ക്വാളിറ്റി തന്നെ അവർക്കും ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഗൾഫിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ പ്രവാസികൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ അയച്ചു കൊടുത്ത് നോക്കുക. നല്ല ക്വാളിറ്റി തന്നെ അവർക്ക് ഫോട്ടോ കൈമാറാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.